നിമിഷ, സ്വാഗതം മോർണിംഗ് ഷോയിലേക്ക്. ഏറെ കയ്യടി നേടുകയാണ് നിമിഷയുടെ പ്രകടനം. എല്ലാവരും വാത്തോരാതെ സിനിമ കണ്ടിറങ്ങിയ ഓരോരുത്തരും നിമിഷയുടെ പ്രകടനത്തെക്കുറിച്ചാണ് പറയുന്നത്. എത്രത്തോളം സന്തോഷമുള്ള നിമിഷമാണിപ്പോൾ? ആക്ച്വലി എപ്പോഴും ഒരു പാഷനായിരുന്നു ആക്ടിങ്. സോ ബിഗ് സ്ക്രീനിൽ കണ്ടപ്പോൾ ഇറ്റ്സ് ലൈക്ക് എ ഡ്രീം കം ട്രൂ. അതുപോലെ എത്ര വലിയൊരു ടീമുമായിട്ട് ഫസ്റ്റ് മൂവി എന്ന് പറഞ്ഞാൽ ഐ എം ബ്ലെസ്ഡ് ആക്ച്വലി. നിമിഷയുടെ ആദ്യ ചിത്രമല്ല, പക്ഷെ നായികയായി ആദ്യമായി അഭിനയിക്കുന്നു. ഈ ഒരു പ്രോജക്റ്റ് വന്നപ്പോൾ അതിലേക്ക് എങ്ങനെയാണ് എത്തിയത്? പ്രോജക്റ്റ് വന്നപ്പോഴുള്ള ഒരു അനുഭവം എന്തായിരുന്നു? കാസ്റ്റിംഗ് കോൾ കണ്ടിട്ടാണ് ഞാൻ ഫോട്ടോസ് എല്ലാം സെൻഡ് ചെയ്തത്. പിന്നെ ഓഡിഷന് വേണ്ടി കോൾ വന്നു. 3 റൗണ്ട് ഓഡിഷൻ കഴിഞ്ഞിട്ടാണ് സെലക്ട് ആയത്. എങ്ങനെയാണ് നിമിഷ ചിത്രത്തിലെത്തിയപ്പോൾ ദിലീഷ് പോത്തൻ എന്ന മികച്ചൊരു സംവിധായകനൊപ്പമാണ് ഈ ആദ്യത്തെ ഒരു നായികയായിട്ടുള്ള കഥാപാത്രം കിട്ടുന്നത്? അതിൻ്റെ ആ ഒരു ക്യാമ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ അവിടുത്തെ ഒരു സെറ്റ്, അതിൻ്റെ ഒരു ഫീൽ, അനുഭവം അതെങ്ങനെയായിരുന്നു? ഞങ്ങൾ മഹേഷിൻ്റെ പ്രതികാരം കസിൻസ് എല്ലാവരും കൂടിയാണ് പോയത്. അപ്പോൾ എന്നോട് ചേച്ചി പറഞ്ഞൊരു കാര്യമായിരുന്നു, ഫസ്റ്റ് മൂവി തന്നെ ദിലീഷ് ഏട്ടൻ്റെ കൂടെ കിട്ടിയ ഭാഗ്യമായിരിക്കും എന്ന്. സോ സിലക്ട് ആയെന്ന് പറഞ്ഞത് ഞാൻ ഫസ്റ്റ് ചേച്ചിനെ തന്നെയാണ് കോൾ ചെയ്തിട്ട് പറഞ്ഞത്, ചേച്ചി സിലക്ട് ആയിട്ടുണ്ട്. സോ സെറ്റിൽ പോയപ്പോഴും സെറ്റ് വാസ് വെരി ലൈവ്ലി. ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. അവിടെ ഷൂട്ട് നടക്കുന്ന ഒരു ഫീൽ ഇല്ലായിരുന്നു. എല്ലാവരും എൻ്റെ ആൾക്കാരായിരുന്നു. ഐ വാസ് വെരി കംഫർട്ടബിൾ. ഒരു കംഫർട്ട് സോണിൽ നിന്നിട്ടാണ് ഞാൻ പെർഫോം ചെയ്തത്. സെറ്റ് മുഴുവൻ ഇറ്റ് വാസ് എ പോസിറ്റീവ് വൈബ്, ഒരു പോസിറ്റിവിറ്റി ആയിരുന്നു. നിമിഷ ഇന്ന് അതിഥിയായി വരുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ശ്രീജയാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ നിമിഷ ഭയങ്കര വ്യത്യാസമാണ്. ഞങ്ങൾക്ക് ആദ്യം കാണുമ്പോൾ തന്നെ ഒരു വലിയൊരു വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഭയങ്കര ഒരു നാടൻ കുട്ടിയെ അവതരിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ നിമിഷയ്ക്ക് ഇങ്ങനെയുള്ള ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നോ? സ്വന്തം സ്വഭാവത്തിൽ നിന്ന്, ക്യാരക്ടറിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായ ഒരു കഥാപാത്രത്തെ അഭിനയിക്കുമ്പോൾ? ആക്ച്വലി ദാറ്റ് വാസ് ദി ചാലഞ്ച്. ആക്ച്വലി ഞാനും ശ്രീജയും തമ്മിൽ ഒരു സിമിലാരിറ്റി ഇല്ല. ബട്ട് ദിലീഷ് ഏട്ടൻ ഹി വാസ് വെരി ക്ലിയർ. ശ്രീജ എന്നൊരു ക്യാരക്ടർ എന്താണ്, ദിലീഷ് ഏട്ടൻ എന്താണ് വേണ്ടതെന്ന്. അതുകൊണ്ട് ഐ തിങ്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി എനിക്ക്. ഐ വാസ് വെരി ഹാപ്പി. ആ ഒരു ക്യാരക്ടറെ പറ്റി തന്നെ പറഞ്ഞപ്പോൾ ഐ വാസ് വെരി ഹാപ്പി. നിമിഷ, ഒരു പുതിയ പാഷനാണെന്ന് പറഞ്ഞു. എങ്ങനെയാണ് അതിലെ മുൻപരിചയം, ഒപ്പം തന്നെ ഇതിനുള്ള തയ്യാറെടുപ്പുകൾ, അതായത് ശ്രീജയായി മാറാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പുകൾ, അതൊക്കെ എത്രത്തോളം വേണ്ടി വന്നു നിമിഷയ്ക്ക്? എനിക്ക് സ്കൂൾ ടൈം തൊട്ട് തന്നെ ഐ വാസ് വെരി ആക്റ്റീവ് കൾച്ചറൽ ആക്ടിവിറ്റീസിലെല്ലാം. ആദ്യം മുതൽ തന്നെ ആക്ടിങ് ഒരു പാഷനായിരുന്നു എനിക്ക്. പിന്നെ കോളേജ് സ്റ്റാർട്ടായപ്പോൾ തന്നെ ഞാൻ ഇവിടെ നിയോ ഫിലിം സ്കൂളിൽ ജോയിൻ ചെയ്തു. 3 months കോഴ്സ് എല്ലാം ചെയ്തിട്ടാണ് സിലക്ട് ആയത്. പിന്നെ ശ്രീജ എന്നൊരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ലൂസ് സൽവാറെല്ലാം ഇടുന്നൊരു കുട്ടിയാണ്, നാടൻ കുട്ടിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഷൂട്ട് തുടങ്ങുന്ന കുറച്ച് മുമ്പേ തന്നെ ഞാൻ ഡ്രസ്സിങ് സ്റ്റൈൽ, ശ്രീജയുടെ ഡ്രസ്സിങ് സ്റ്റൈലൊക്കെ ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, യൂസ് ടു ആവാൻ വേണ്ടിയിട്ട് ആ പർട്ടിക്കുലർ ക്യാരക്ടറുമായിട്ട്. ബട്ട് ദിലീഷ് ഏട്ടൻ നന്നായിട്ടെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഒരു നിമിഷം ഇപ്പം ഈ ശ്രീജയായിട്ട് കഥാപാത്രമായി എത്തുമ്പോൾ അതിലെ മാനറിസം, ഇപ്പം ഡ്രസ്സിൻ്റെ കാര്യം നിമിഷ പറഞ്ഞു, അതുപോലെ രീതി, നടപ്പ്, അല്ലെങ്കിൽ സംസാര രീതി എല്ലാം വ്യത്യാസമാണ്. അപ്പോൾ ഇത് ഈ മാനറിസംസിലെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള സാമ്യം? ഓലമെഡലൊക്കെ കൊണ്ടുവരുന്ന നാട്ടിൻപുറത്ത് ഒരു കുട്ടി ഓലമെഡലൊക്കെ കൊണ്ടുവരുന്ന പോലെ തന്നെയാണ് നിമിഷ. അത് ആക്ച്വലി ആ ക്രെഡിറ്റ് എല്ലാം പോകുന്നത് ദിലീഷ് ഏട്ടനാണ്. കാരണം ഇത്ര നന്നായിട്ട് ഞാൻ പെർഫോം ചെയ്തതെന്ന് പറഞ്ഞാൽ ദിലീഷ് ഏട്ടൻ കാരണമാണ്. ബിക്കോസ് ദിലീഷ് ഏട്ടൻ എനിക്ക് നന്നായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ക്യാരക്ടർ എന്തായിരുന്നു, ശ്രീജ എന്നൊരു കുട്ടി എന്താണെന്ന്. അതുകൊണ്ട് എനിക്ക് ആ പെർട്ടിക്കുലർ ക്യാരക്ടറുമായിട്ട് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റി. തീർച്ചയായും. അതുപോലെ തന്നെ സുരാജുമായിട്ടുള്ള കോമ്പിനേഷനാണ് അധികം എന്ന് തോന്നുന്നു. സുരാജിനെ പോലെയുള്ള നടൻ്റെ കൂടെ അദ്ദേഹം നമ്മളെ ഒരുപാട് ചിരിപ്പിച്ച നടനാണ്. അദ്ദേഹം ഒരു സീരിയസ് റോളിലേക്ക് മാറുകയാണ്. ആ ഒരു കോമ്പിനേഷൻ, അതിൽ ശ്രീജ എത്രത്തോളം കംഫർട്ടബിൾ ആയിരുന്നു, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഒരു ആർട്ടിസ്റ്റിന് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയ ആ ഒരു കംഫർട്ട് സോണിലാണെങ്കിൽ, അല്ലെങ്കിൽ കോ സ്റ്റാർ, കോ ആക്ടർ ഫ്രണ്ട്ലി ആണെങ്കിൽ, സോ സുരാജ് ഏട്ടൻ അതുപോലെയായിരുന്നു. ഹി വാസ് വെരി ഫ്രണ്ട്ലി. അത് എൻ്റെ നല്ല ഫ്രണ്ടായി, എന്നെ കളിക്കുകയായിരുന്നു, എൻ്റെ കൂടെ ചിരിപ്പിച്ചു. ഐ വാസ് വെരി കംഫർട്ടബിൾ ലൈക്ക് വർക്കിംഗ് വിത്ത് ഹിം. പിന്നെ ഹി വാസ് വെരി ഹെൽപ്ഫുൾ. മിസ്റ്റേക്സ് എന്തെങ്കിലും ആയാലും, ഡയലോഗ് പറയുന്ന ടൈമിൽ മിസ്റ്റേക്സ് ആയാലും എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു തരും.
ഇതാണ് ഇങ്ങനെ പറഞ്ഞു നോക്ക്. അതുകൊണ്ട് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി. നിമിഷ പറഞ്ഞു മഹേഷിന്റെ പ്രതികാരം കാണുമ്പോൾ തന്നെ അടുത്ത പടം അല്ലെങ്കിൽ ദിലീഷ് പോത്തിന്റെ കൂടെ ചെയ്യാൻ കഴിയുമോ എന്ന് ആഗ്രഹിച്ചുവെന്ന്. അപ്പോൾ അതേ എക്സ്പെക്ടേഷൻ ഞങ്ങൾ പ്രേക്ഷകർക്കുമുണ്ട്. മഹേഷിന്റെ പ്രതികാരത്തിന്റെ അതേ ടീമിന്റെ പുതിയൊരു പടം വരുമ്പോൾ ഒരുപാട് പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ കാത്തിരുന്നത്. അതുകൊണ്ട് ആ സിനിമയെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. പക്ഷേ സ്വന്തം കഥാപാത്രം ഇത്രത്തോളം അക്സെപ്റ്റൻസ് ലഭിക്കുമെന്ന് വിചാരിച്ചിരുന്നു? ഇല്ല ഇല്ല, ഞാൻ വിചാരിച്ചു ഒരു മൂവി ചെയ്യണമെന്ന് എപ്പോഴും ഉണ്ടായിരുന്നു, സ്വന്തമായിട്ട് ഒരു ബിഗ് സ്ക്രീനിൽ കാണണമെന്നുണ്ടായിരുന്നു. ബട്ട് ഇങ്ങനത്തെ ഒരു നല്ല ടീമുമായിട്ട് ഒരു മൂവി, ശ്രീജ എന്ന ക്യാരക്ടർ ഇത്ര നല്ല ക്യാരക്ടർ, പിന്നെ ഓഡിയൻസ് ഇത്ര പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ലായിരുന്നു. തീർച്ചയായും ബിക്കോസ് നല്ലൊരു പോസിറ്റീവ് റെസ്പോൺസാണ് എല്ലായിടത്തുനിന്നും കിട്ടിയത്. തീർച്ചയായും ഫഹദ് എന്നൊരു നടൻ, അദ്ദേഹത്തിൻ്റെ ഒരു ഇതുവരെ കാണാത്ത ഒരു രൂപമാറ്റം എന്നാണ് എല്ലാവരും ഇതിനെക്കുറിച്ച് പറയുന്നത്. ഫഹദുമായിട്ടുള്ള ആ ഒരു അദ്ദേഹത്തിൻ്റെ അഭിനയം കണ്ട് എങ്ങനെയാണ് ശ്രീജ അദ്ദേഹത്തിനെ ആ അഭിനയം അദ്ദേഹത്തിനോടൊപ്പം നോക്കി കാണാനുള്ള ഒരു അവസരം കൂടി നിമിഷയ്ക്ക് കിട്ടി? അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഫഹദിക്ക ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ആക്ടർ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആക്ടറാണ്. ഞാൻ സ്ക്രീനിൽ കണ്ടപ്പോൾ, ഞാൻ മൂവി കാണാൻ പോയപ്പോൾ എനിക്ക് ആ ഇഷ്ടം കൂടിയതേ ഉള്ളൂ ഫഹദിക്കയുടെ ആക്ടിങ് എല്ലാം കണ്ടിട്ട്. പിന്നെ ഇക്ക പക്ക പ്രൊഫഷണലാണ്. സെറ്റിൽ വന്നാൽ അങ്ങനെ കൂടുതൽ കളിയും ചിരിയൊന്നുമില്ല, നന്നായിട്ട് സംസാരിക്കും, അത്രേ ഉള്ളൂ. പിന്നെ ഈസ് വെരി ഹെൽപ്ഫുൾ. നമുക്ക് പറഞ്ഞു തരും ഇങ്ങനത്തെ വേരിയേഷൻസ് കൊണ്ടുപോവാ, ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കി, ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്യൂ. ഇറ്റ്സ് ലൈക്ക് വെരി ഹെൽപ്ഫുൾ. നിമിഷ മുംബൈയിലാണ് സ്ഥിരതാമസം എന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. അപ്പോൾ അവിടെ നിന്ന് എങ്ങനെയാണ് ഈ മലയാളം ഇൻഡസ്ട്രിയുമായിട്ടുള്ള ബന്ധം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ പ്രോജക്റ്റിലേക്ക് പറഞ്ഞു കാസ്റ്റിംഗ് കോളായിരുന്നു എന്നല്ലേ? പക്ഷെ അത് എത്രത്തോളം എളുപ്പമായിരുന്നു അവിടെ മുംബൈയിലുള്ള ജീവിതം, അവിടെ നിന്ന് മലയാളം ഇൻഡസ്ട്രിയിലേക്കുള്ള വരവ് തുടങ്ങിയ കാര്യങ്ങൾ? ഞാൻ അവിടെ മുംബൈയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ടൈമിൽ തന്നെ ഞാൻ ഫോട്ടോസ് എല്ലാം സെൻഡ് ചെയ്യായിരുന്നു, കാസ്റ്റിംഗ് കോൾസ് ഒക്കെ കണ്ട്. അപ്പം കോൾ വന്നാൽ മമ്മി എന്നെ വിടത്തില്ലായിരുന്നു. ബിക്കോസ് മമ്മി വാസ് ലൈക്ക് പഠിത്തമുണ്ട്, അപ്പം പെട്ടെന്ന് പോകണ്ട, ബ്രേക്ക് ആവും. അപ്പം ഞാൻ ആ ടൈമിലാണ് നിയോ ഫിലിം സ്കൂളിൻ്റെ ഒരു അഡ്വർടൈസ്മെൻറ്റ് കണ്ടത്. ആ ടൈം ഞാൻ മമ്മിനോട് ഒരു 3 months കോഴ്സാണ്, ഞാൻ ആ ടൈം വരെ അവിടെ ചെയ്യാം. അപ്പം മമ്മി വാസ് ലൈക്ക് ആ ടൈം വരെ 3 months ഉണ്ട്, ആ ടൈം കിട്ടിയാൽ ഏതെങ്കിലും ഒരു മൂവി കിട്ടിയാൽ ഇഫ് യു ഗോട്ട് സെലക്റ്റഡ് then it's okay or else come back. അപ്പോൾ ജസ്റ്റ് നിയോ ഫിലിം സ്കൂളിൻ്റെ ആ കോഴ്സ് ജസ്റ്റ് കംപ്ലീറ്റ് ആയി ആ ടൈമിൽ തന്നെ തൊണ്ടി മുതൽ സെലക്ട് ആയി. അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ലായിരുന്നു. സിനിമ റിലീസായി കഴിഞ്ഞപ്പോൾ വീട്ടിലുള്ള പ്രതികരണം എങ്ങനെയാണ്? ഓക്കെ, ഇനി ഇത് ശരിയാണ്, ഇനിയിപ്പം സിനിമയിൽ തന്നെ നിന്നോളൂ, അങ്ങനെ പ്രതികരണം കിട്ടുന്നുണ്ടോ? അല്ല, പഠിത്തം ഞാൻ ഓൾറെഡി കറസ്പോണ്ടൻസ് ഞാൻ സൈഡ് ബൈ സൈഡ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അത് മമ്മ വാസ് വെരി പക്ക അബൌട്ട് ഇറ്റ്. പഠിത്തം എന്തായാലും ചെയ്യണമെന്ന്. പിന്നെ ദേ ആർ ലൈക്ക് വെരി ഹാപ്പി. മമ്മിക്കും എപ്പോഴും ഉണ്ടായിരുന്നു ബിഗ് സ്ക്രീനിൽ കാണണമെന്ന്. ഒരുമിച്ച് പോയി കണ്ടപ്പോൾ ഇറ്റ് വാസ് ലൈക്ക് എ പ്രൗഡ് മൂവ്മെൻറ്റ്. എങ്ങനെയാണ് മലയാളം ഇപ്പോൾ എങ്ങനെയാണ് ശരിയായോ? മലയാളം അറിയാണ്ടാണ് നിമിഷ സെറ്റിലെത്തിയതെന്നൊക്കെ വാർത്തകളുണ്ടായിരുന്നു. അതെ, മലയാളം ആ ടൈമിൽ അറിയാമായിരുന്നു, വാസ് നോട്ട് ദാറ്റ് ഫ്ലുവൻറ്റ്. പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു പഠിച്ചെടുക്കുന്നുണ്ട്, ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. നാട്ടിലെവിടെയാണ് നിമിഷയുടെ നാട്? എവിടെയാണ്? അല്ലെങ്കിൽ നാടുമായിട്ട് ബന്ധപ്പെട്ട ഓർമ്മകൾ എന്തൊക്കെയാണ്? പപ്പയുടെ ഫാമിലി എല്ലാവരും എറണാകുളത്തുണ്ട്, മമ്മിയുടെ ഫാമിലി എല്ലാവരും കൊല്ലത്താണ്. പിന്നെ അങ്ങനെ വരാൻ പറ്റത്തില്ലായിരുന്നു, കാരണം മമ്മി പപ്പ രണ്ടുപേരും വർക്കിംഗ് ആയിരുന്നു. അപ്പം വെരി ടൈം കിട്ടിയാൽ മാത്രം ചിലപ്പോഴൊക്കെ വരത്തുള്ളായിരുന്നു നാട്ടിൽ. നിറയെ മലയാള സിനിമകളൊക്കെ കാണുന്ന ഒരാളാണോ നിമിഷ? എങ്ങനെയാണ് മലയാള സിനിമയെ നിമിഷം നോക്കി കാണുന്നത്? മലയാള സിനിമ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ പെർഫോം ചെയ്യാൻ നല്ല സ്കോപ്പ് ഉണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ക്വാളിറ്റി മൂവീസാണ് കൂടുതലായിട്ട്. അതുകൊണ്ട് തന്നെ പെർഫോമൻസ് ഓറിയൻറ്റഡ് മൂവീസാണ്. ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റ് ആയാൽ പോലും പെർഫോം ചെയ്യാൻ നല്ല സ്പേസ് ഉണ്ട്, സ്കോപ്പ് ഉണ്ട്. നിമിഷ, എന്തായാലും ശ്രീജ നിമിഷയ്ക്ക് തന്നിരിക്കുന്ന ഒരു ഇമേജ് ഉണ്ട്, ഒരു ക്യാരക്ടർ. നിമിഷ എന്താണ് എന്നതിനപ്പുറം ശ്രീജ എന്താണ് എന്ന് മലയാളികൾ കൂടുതലായി മനസ്സിലാക്കിയിരിക്കുന്നു. അപ്പോൾ ഇനി വരുന്ന കഥാപാത്രങ്ങളെക്കുറിച്ചുള്ള പ്രതീക്ഷ എന്താണ്? ഏത് തരത്തിലുള്ള കഥാപാത്രങ്ങളാണ് നിമിഷയ്ക്ക് ഇഷ്ടം? ആസ് ഐ സെഡ്, എനിക്ക് പെർഫോമൻസ് ഓറിയൻറ്റഡ് ആണ് വേണ്ടത്. പെർഫോം ചെയ്യാൻ സ്കോപ്പ് ആയിരിക്കണം, അത്രേ ഞാൻ നോക്കത്തുള്ളൂ. നല്ല പെർഫോം ചെയ്യാൻ നല്ല സ്കോപ്പ് ഉണ്ടെങ്കിൽ, ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ഒരു പെർട്ടിക്കുലർ ക്യാരക്ടർ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ ചെയ്യും.
ഇവിടെ നിമിഷയുടെ കൂട്ടുകാരൊക്കെ എന്താണ് ഈ വേഷപ്പകർച്ച കണ്ട് പറഞ്ഞത്? അവർ ഇത്രത്തോളം പ്രതീക്ഷിച്ചിരുന്നോ നിമിഷയിൽ നിന്ന്? ആക്ച്വലി എൻ്റെ മുംബൈ ഫ്രണ്ട്സും സ്കൂൾ ഫ്രണ്ട്സ് അവരൊക്കെ വിളിച്ചിട്ട് എന്നോട് പറയാം, ആക്ച്വലി സ്കൂൾ ടൈം ഐ വാസ് ലൈക്ക് എ ടോം ബോയ്, പക്കാ ടോം ബോയ്. സോ അവരിത് കണ്ടപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോയി ഇതെന്താണെന്ന്. അവരിങ്ങനെ വിചാരിച്ചിട്ടില്ലായിരുന്നു. എല്ലാവർക്കും അറിയാമായിരുന്നു മൂവി ചെയ്യാണ്, ഇത്ര ഒരു നാടൻ ക്യാരക്ടർ ശ്രീജ ആ ഒരു ടൈപ്പുള്ള ക്യാരക്ടർ ചെയ്യുകയാണെന്ന് ആരും വിചാരിച്ചിട്ടില്ലായിരുന്നു. പ്രിവ്യൂ കണ്ടപ്പം നിമിഷയുടെ പ്രതികരണം എങ്ങനെയായിരുന്നു? മറ്റൊരാളായിട്ട് നോക്കി കാണുമ്പോൾ ശ്രീജയെ കാണുമ്പോൾ ഉള്ള ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? ഐ വാസ് വെരി ഹാപ്പി. ഞാൻ ബിഗ് സ്ക്രീനിൽ തന്നെ എന്നെ കണ്ടപ്പോൾ ഇറ്റ് വാസ് ലൈക്ക് എ ഗൂസ് ബംസ്. എനിക്കത് ഫീലിംഗ് തന്നെ പറയാൻ പറ്റില്ല, ബിക്കോസ് ഇറ്റ് വാസ് ലൈക്ക് എ പ്രൗഡ് മൂമെൻറ്റ് ഫോർ മീ. ഇറ്റ് വാസ് ലൈക്ക് എ ഡ്രീം കം ട്രൂ. ശ്രീജ, ദിലീഷ് പോത്തനെ കുറിച്ച് നമുക്ക് വീണ്ടും വീണ്ടും പറയേണ്ടി വരികയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ സിനിമ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വളരെ സ്വാഭാവികമായി കഥാപാത്രങ്ങളെ തിരഞ്ഞെടുക്കുന്നൊക്കെ ഒരു സംവിധായകനാണ്. അത്രയും സ്വാഭാവികതയിലേക്ക്, ഇല്ലെങ്കിൽ അത്രയും നാച്ചുറലായിട്ട് നമുക്കൊരു കഥാപാത്രത്തെ ചെയ്യേണ്ടി വരുന്നു, ഉൾക്കൊള്ളേണ്ടി വരുന്നു. ആ ഒരു അനുഭവം അതൊന്ന് പ്രേക്ഷകരോട് പറയാം. ദിലീഷ് ഏട്ടൻ എന്ന് പറഞ്ഞാൽ, ദിലീഷ് ഏട്ടൻ ഈസ് വെരി ബ്രില്യൻറ്റ്. ബിക്കോസ് ഞാൻ മുംബൈയിൽ നിന്ന് വന്ന ഒരു കുട്ടി, ശ്രീജ തനിയൊരു നാടൻ കൊച്ച്. ഹി വാസ് വെരി ക്ലിയർ ശ്രീജ എന്നൊരു ക്യാരക്ടർ എന്താണെന്ന്. എന്നെ വിളിച്ചിട്ട് ആൾക്കാർ പറയും നിമിഷ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ആ ക്രെഡിറ്റ്സ് എല്ലാം ഞാൻ കൊടുക്കാൻ പോകുന്നത് ദിലീഷ് ഏട്ടനാണ്. ബിക്കോസ് ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ട് എങ്ങനെയാണ് ചെയ്യിപ്പിച്ചെടുക്കണേന്ന് കംഫർട്ടബിൾ ആക്കിയിട്ട്, ഞാൻ തെറ്റ് ചെയ്താൽ പോലും എന്നെ ഒന്നും പറയത്തില്ലായിരുന്നു. എൻ്റെ അടുത്ത് വന്നിട്ട് നിമിഷ നീ കൂളായിട്ട് ബിഹേവ് ചെയ്യുക, കൂളായിട്ട് ചെയ്യ്, പേടിക്കണ്ട, പേടിയൊന്നുമില്ല, അതിന് ആരും ഒന്നും പറയൂല. അതുകൊണ്ട് കംഫർട്ട് സോണിൽ നിന്നിട്ട് എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റി. പിന്നെ പെർഫോം ചെയ്ത് കഴിഞ്ഞിട്ടും ദിലീഷ് ഏട്ടൻ വന്നിട്ട് പറയായിരുന്നു, ഇങ്ങനെ ചെയ്ത് നോക്കുമോ നീ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തു, ജസ്റ്റ് ഗിവ് എ ട്രൈ, ചിലപ്പം കുറച്ചും കൂടി ബെറ്റർ ആയാലോ. അപ്പോൾ അതുകൊണ്ട് ഇറ്റ് വാസ് വെരി ഹെൽപ്ഫുൾ. പിന്നെ ദിലീഷ് ഏട്ടൻ എന്ന് പറഞ്ഞാൽ ഈസ് എ പോസിറ്റിവിറ്റി. ആക്ച്വലി അടുത്തുണ്ടെങ്കിൽ തന്നെ ഒരു പോസിറ്റീവ് വൈബാണ്. സെറ്റ് ഭയങ്കര ലൈവ്ലി ആയിരിക്കും ദിലീഷ് ഏട്ടൻ ഉണ്ടെങ്കിൽ. അതുതന്നെയാണല്ലേ ആ ഒരു സിനിമയുടെ ഏറ്റവും വളരെ ശ്രദ്ധേയമാക്കുന്നത്. ഒപ്പം തന്നെ നമുക്ക് എടുത്തു പറയേണ്ടത് രാജീവ് രവിയുടെ ക്യാമറയാണല്ലേ. അദ്ദേഹത്തിൻ്റെ കണ്ണിലൂടെ ശ്രീജയെ കണ്ടപ്പോൾ എന്ത് തോന്നി ശ്രീജ? ഐ വാസ് വെരി ഹാപ്പി. രാജീവ് ഏട്ടൻ്റെ കൂടെ ദിലീഷ് ഏട്ടൻ, ശ്യാം ഏട്ടൻ, സജീവ് ഏട്ടൻ, ഇത്ര ഒരു വലിയ ടീമുമായിട്ട് വർക്ക് ചെയ്യാൻ കിട്ടിയത് തന്നെ എൻ്റെ ഒരു ഭാഗ്യമാണ്. പിന്നെ ആ വിഷ്വൽസ് തന്നെ കണ്ടാൽ നമുക്ക് ഒരു ഇഷ്ടം തോന്നിപ്പോവും മൂവിയിൽ തന്നെ. രാജീവ് ഏട്ടൻ്റെ ഒരു മാജിക് ആയിരുന്നു അത്. ഒപ്പം തിരക്കഥയും വലിയ സംഭവ വികാസങ്ങളൊന്നുമുള്ള ഒരു കഥയല്ല, ഒരു ചെറിയ ത്രെഡിനെ ഏറ്റവും മനോഹരമായി പറഞ്ഞു വെക്കുന്ന കഥയാണ് ദൃക്സാക്ഷിയും തൊണ്ടിമുതലും എന്ന സിനിമ. അപ്പോൾ അതിൻ്റെ ആ കഥയോടൊപ്പം നടന്നപ്പോഴുള്ള ഒരു അനുഭവം എന്താണ്? സോറി, തൊണ്ടിമുതലും ദൃക്സാക്ഷിയും എന്ന കഥ നിമിഷയ്ക്ക് പറഞ്ഞു തന്നപ്പോൾ അതൊരു വലിയ സംഭവമൊന്നുമുള്ള അങ്ങനെ വലിയ സംഭവ വികാസങ്ങളുള്ള ഒരു സിനിമയല്ല, ഒരു ത്രെഡ് അതിനെ ഏറ്റവും മനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ആ കഥ കേട്ടപ്പോഴുള്ള, അതിനോടൊപ്പം സഞ്ചരിച്ചപ്പോഴുള്ള ഒരു എക്സ്പീരിയൻസ്. എന്നോട് സ്റ്റോറി ദിലീഷ് ഏട്ടൻ പറഞ്ഞപ്പോൾ തന്നെ ഐ വാസ് വെരി ഹാപ്പി. ബിക്കോസ് ശ്രീജ എന്നൊരു ക്യാരക്ടർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എനിക്ക് എവിടെ ഒരു കണക്ഷൻ, ഒരു ഫീല് തോന്നിപ്പോയി ശ്രീജയുമായിട്ട്. പിന്നെ ആ ഫുള്ള് സ്റ്റോറി പറഞ്ഞപ്പോൾ തന്നെ എനിക്കറിയായിരുന്നു ദിലീഷ് ഏട്ടന് ചെയ്യാൻ പറ്റിയൊരു സ്റ്റോറിയായിരുന്നു. ബിക്കോസ് മഹേഷും കണ്ടപ്പോൾ ഇറ്റ് വാസ് ലൈക്ക് എ റിയലിസ്റ്റിക് മൂവി. ഒരു ചെറിയൊരു സ്റ്റോറി ആയിരുന്നു, ഡേ ടു ഡേ ലൈഫിൽ നടക്കുന്ന ഒരു സ്റ്റോറി ആയിട്ട് ആണ് ചെയ്തത് മഹേഷിൻ്റെ പ്രതികാരം. സോ പറഞ്ഞപ്പോൾ തന്നെ ശ്രീജ എന്നൊരു ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ കിട്ടിയത് തന്നെ എനിക്കൊരു ഭാഗ്യമായിരുന്നു. കാരണം എന്നോട് പറഞ്ഞു ശ്രീജയാണ് നിമിഷ ഇപ്പം ചെയ്യാൻ പോകുന്നത്. സോ ആ പെർട്ടിക്കുലർ ക്യാരക്ടറെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ ഐ വാസ് വെരി ഹാപ്പി. കാരണം എനിക്കറിയാമായിരുന്നു ഒരു പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടൊരു സ്കോപ്പ് ഉള്ളൊരു ക്യാരക്ടറായിരുന്നു. തീർച്ചയായും. ഏതായാലും ഒരു വല്ലാത്തൊരു വേഷപ്പകർച്ച, മലയാളം കണ്ട ഏറ്റവും നല്ലൊരു വേഷപ്പകർച്ച എന്ന് തന്നെ പറയാം. ഈ വേഷപ്പകർച്ച എന്നൊക്കെ പറയുമ്പോൾ മനസ്സിലാവുണ്ടോയെന്ന് അറിയില്ല, എന്നാലും വലിയൊരു സ്ക്രീനിൽ ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങളിങ്ങനെ ശ്രീജ എക്സ്പെക്ട് ചെയ്തിരുന്നിട്ട് നിമിഷം വന്നിരുന്നപ്പോഴാണ്. ഏതായാലും വളരെ നന്നായിട്ടാണ് ഇതിൽ നിമിഷ ശ്രീജയെ അവതരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മലയാള സിനിമയ്ക്ക് ഒരു പുതുമുഖ നായികയുടെ ഒരു തിളക്കം കൂടി നിമിഷ കൊണ്ടെത്തിക്കുകയാണ്. ഏതായാലും ഏറ്റവും നല്ല തുടക്കമാണ് നിമിഷയ്ക്ക് കിട്ടിയിരിക്കുന്നത്. അത് ഏറ്റവും വലിയ ഭാഗ്യം കൂടിയാണ്.
എന്തായാലും ഇത്രയും നല്ല അവസരങ്ങൾ ഇനിയും നിമിഷയെ തേടിയെത്തട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. വളരെയധികം നന്ദി മോർണിംഗ് ഷോയിൽ അതിഥിയായത്.